നമസ്കാരം. ADGP MR അജിത് കുമാറിന് മേൽ ഒരു പരുന്തം പറക്കില്ലെന്ന് PV അൻവർ MLA. മുഖ്യമന്ത്രി ക്രിമിനലായ ഒരാളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും PV അൻവർ പരിഹസിച്ചു. മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന ആക്ഷൻ കമ്മിറ്റിയുടെ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അൻവർ. ADGPയുടെ മേൽ ഒരു പരുന്തം പറക്കില്ല, ഇതാണ് ലോകം. മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കൈ പിടിച്ച് വലിച്ചാലും കാല് പിടിച്ച് വലിച്ചാലും ആ കെട്ടുവിടാൻ തയ്യാറല്ല. എന്താ കാരണമെന്ന് എനിക്കറിയില്ല, ജനങ്ങൾ പരിശോധിക്കട്ടെ എന്നും അൻവർ പറഞ്ഞു. മാമി കേസ് അന്വേഷണത്തിൽ നിലവിലെ അന്വേഷണത്തിൽ ഒരു ചുക്കും നടക്കില്ലെന്നും അൻവർ പറഞ്ഞു. പണത്തിന് മുന്നിൽ ഒന്നും പറക്കില്ലെന്ന പോലെ അജിത്തിന് മുകളിൽ ഒന്നും പറക്കില്ല. ക്രൈംബ്രാഞ്ച് SP വിക്രമിനെ എന്തിനാണ് പെട്ടെന്ന് മാറ്റിയത്, അതും എക്സൈസിലേക്ക്? വിക്രമിനെ തിരികെ IO ആക്കണമെന്ന് ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് ADGPയെ കണ്ടു, ശുപാർശ DGPക്ക് നൽകിപ്പിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ലെന്നും അൻവർ പറഞ്ഞു. അന്വേഷണം പൂർത്തിയാക്കാൻ ഈ ഉദ്യോഗസ്ഥനെ തന്നെ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് LDF കൺവീനറായ TP രാമകൃഷ്ണനും CPM ജില്ലാ സെക്രട്ടറിക്കും എളമരം കരീമിനും മുഹമ്മദ് റിയാസിനും മുഖ്യമന്ത്രിക്കും 2 ആഴ്ച മുന്നേ ഞാനൊരു കത്ത് കൊടുത്തു. ക്രൈംബ്രാഞ്ച് ADGPയുടെ ഓഫീസിൽ 20 മിനിറ്റോളം ഇരുന്നു. മെയിൽ DGPക്ക് കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ADGPയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങിയത്. വീണ്ടും മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടും അദ്ദേഹത്തെ അന്വേഷണത്തിനായി നിയമിച്ച് ഉത്തരവിറങ്ങിയിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. നിലവിലെ അന്വേഷണത്തിൽ ഒരു ചുക്കും നടക്കില്ല. പണത്തിന് മുന്നിൽ ഒന്നും പറക്കില്ല എന്ന പോലെ ADGP അജിത്തിന് മുകളിൽ ഒന്നും പറക്കില്ല. പോലീസിലെ ക്രിമിനൽ വൽക്കരണം ദൂരവ്യാപക പ്രശ്നം ഉണ്ടാക്കുമെന്നും പറഞ്ഞ അൻവർ കണ്ണൂരിൽ ആഷിർ എന്ന യുവാവ് കുഴഞ്ഞു വീണ് മരിച്ച കേസിലും പ്രതികരിച്ചു. കണ്ണൂരിൽ 2017 ഡിസംബറിൽ ആഷിർ എന്ന യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചതിൽ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. എന്നാൽ മയക്കുമരുന്ന് മാഫിയ അന്വേഷണം തടഞ്ഞു. നേരത്തെ ഒരു കൗൺസിലിംഗിൽ ആഷിർ തന്നെ പീഡിപ്പിച്ച കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ആഷിറിന്റെ മരണത്തിന് പിന്നാലെ 2 യുവാക്കൾ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായെന്നും അൻവർ പറഞ്ഞു. നിലമ്പൂരിലെ പൊതുസമ്മേളനത്തിന് പിന്നാലെയാണ് PV അൻവർ ഇന്ന് കോഴിക്കോട് മുതലക്കുളത്ത് സംസാരിക്കുന്നത്. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്ന മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ ADGP MR അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുണ്ടെന്ന് PV അൻവർ നേരത്തെ ആരോപിച്ചിരുന്നു. അതേസമയം PV അൻവർ MLAയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇതുവരെ വ്യക്തതയില്ല. UDFൽ കണ്ണുവെച്ചാണ് നീക്കങ്ങളെങ്കിലും സർവത്ര സ്വതന്ത്രനാണ് താനെന്ന വിധത്തിലാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ചന്തമുക്കിൽ നടത്തിയ പ്രസംഗത്തിൽ CPMനെതിരെ രൂക്ഷ വിമർശനമാണ് അൻവർ ഉന്നയിച്ചത്. എന്നാൽ BJPക്കാർക്ക് ആവേശം പകരുന്ന കാര്യങ്ങളും ഈ പ്രസംഗത്തിൽ അവർക്ക് ലഭിച്ചു. കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന് PV അൻവർ MLA പറഞ്ഞതാണ് BJP പ്രൊഫൈലുകൾ ഏറ്റെടുത്ത് സൈബർ ഇടത്തിൽ ആഘോഷമാക്കുന്നത്. BJPക്ക് തിരക്കില്ല, സാവധാനമാണ് കേരളത്തിൽ അവർ വളരുന്നതെങ്കിലും BJPയുടേത് സ്ഥിരതയുള്ള വളർച്ചയാണെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. BJPയുടെ പദ്ധതി എന്താണെന്ന് അൻവർ വ്യക്തമാക്കിയില്ലെങ്കിലും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാറുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. സംഘപരിവാർ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഇവിടെ നടപ്പിലാകാൻ പോകുന്നതേയുള്ളൂ എന്നാണ് അൻവർ പറഞ്ഞത്. 2026 തെരഞ്ഞെടുപ്പിൽ അവർ ഉന്നമിടുന്നത് 25 സീറ്റാണ്. അത് അവർ നേടുക തന്നെ ചെയ്യും, സംശയം കൂടാതെ അൻവർ വ്യക്തമാക്കി. 2031 അവർ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും. അവർക്ക് തിരക്കില്ല, സ്ലോ ആയും സ്റ്റഡിയായും അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അൻവർ പറഞ്ഞു. അൻവർ പറഞ്ഞ കാര്യം തള്ളിപ്പറയേണ്ടതില്ലെന്ന് പറഞ്ഞാണ് സംഘപരിവാറുകാർ പ്രസംഗം ഷെയർ ചെയ്തിരിക്കുന്നത്. BJPയുടെ കേന്ദ്ര നേതൃത്വം വിശാലമായ പ്ലാനോടെയാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നതാണ് അൻവറിന്റെ പ്രസംഗം. എന്തായാലും സംഘപരിവാറുകാരെ എതിർക്കാൻ തുനിയിറങ്ങിയ PV അൻവറിന്റെ പ്രസംഗം സൈബർ ഇടത്തിൽ BJPക്കാർക്കും ആവേശം പകരുന്നതായി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ ഏറ്റത് കനത്ത തിരിച്ചടിയാണെന്നും പ്രസംഗത്തിനിടെ അൻവർ സൂചിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞുവെന്ന കാര്യം പാർട്ടി പരിശോധിച്ചില്ല. ജനസമ്മതി ഉണ്ടായിരുന്ന ശൈലജ ടീച്ചർക്ക് പോലും എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ലെന്നും അൻവർ ചോദിച്ചിരുന്നു. പിണറായിയെ പേടിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ലെന്നും MLA കുറ്റപ്പെടുത്തി. താൻ പാർട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ജനങ്ങൾ ഒരു പാർട്ടിയായി മാറിയാൽ ഒപ്പം ഉണ്ടാകുമെന്നും അൻവർ ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. നാളെ ഏതെങ്കിലും ഒരു തെരുവിൽ താൻ മരിച്ചു വീണേക്കാം. ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം. യുവാക്കൾ പിന്മാറരുതെന്നും അൻവർ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു.